ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്ന് ലോക്സഭയിൽ പുനരാരംഭിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിൽ പുതിയ ഘട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. അഖില ഭാരതീയ ശിക്ഷാ സംഗമം ഇന്ന് ന്യൂഡൽഹിയിൽ. കടുവകളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ അടിയന്തര നടപടി അനിവാര്യമെന്ന് UN. യുക്രൈൻ വെടിനിർത്തലിന് റഷ്യയ്ക്ക് പുതിയ സമയപരിധി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ്. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്ന് ലോക്സഭയിൽ പുനരാരംഭിക്കും. പഹൽഗാമിലെ ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ ശക്തവും വിജയകരവും നിർണായകവുമായ പ്രതികരണം സംബന്ധിച്ച് ലോക്സഭയിലെ പ്രത്യേക ചർച്ചയ്ക്ക് ഇന്നലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് തുടക്കം കുറിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സൈനിക നടപടി മാത്രമല്ലെന്നും ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിന്റെ നയവും ജനങ്ങളോടുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്വവും കൂടിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണം അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിൽ പുതിയ ഘട്ടമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. Operation Sindoor marks a new phase. There is now a new normal. The new normal has 5 points. 1. Terrorists will not be treated as proxies. 2. Cross-border terrorism will get an appropriate response. 3. Terror and talks are not possible together. 4. Not yielding to nuclear blackmail. And finally, terror and good neighborliness cannot coexist. Blood and water cannot flow together. പഹൽഗാമിൽ ഭീകരർ എങ്ങനെ നുഴഞ്ഞുകയറി എന്നത് അന്വേഷിക്കണമെന്നും സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. അതേസമയം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഇന്നലെ നേരത്തെ പിരിയുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കറും രാജ്നാഥ് സിംഗും നടത്തിയ പ്രസംഗങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയുടെ ഭീഷണിയെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ശ്രീ ജയശങ്കർ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സായുധ സേനയുടെ ധൈര്യത്തെക്കുറിച്ച് ശ്രീ രാജ്നാഥ് സിംഗ് നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. രാജ്യത്തെ സ്കൂളുകളുടെ പരിവർത്തനത്തോടൊപ്പം പാഠ്യപദ്ധതി പരിഷ്കരണവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നയം. വിശദാംശങ്ങളിലേക്ക്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മാറ്റങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് നയം അടിത്തറയിടുന്നു. നിപുൺ ഭാരത്, വിദ്യാപ്രവേശ് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ രാജ്യത്തെ 4.2 കോടിയിലധികം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. 1000-ലധികം ISL വീഡിയോകളും ഓഡിയോ ബുക്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ആംഗ്യഭാഷ ഇപ്പോൾ പാഠ്യവിഷയമായി. 5+3+3+4 ഘടനയും 2023 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടും പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നിഷ്ഠ അധ്യാപക പരിശീലന പരിപാടിക്ക് കീഴിൽ 4 ലക്ഷത്തിലധികം അധ്യാപകർക്ക് പരിശീലനം നൽകി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇന്ത്യയിൽ ഓരോ വിദ്യാർത്ഥിക്കും വളരാനുള്ള അവസരം സൃഷ്ടിക്കുന്ന സംവിധാനം രൂപപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച ഇന്ന് വൈകിട്ട് 4:30 പ്രക്ഷേപണം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ഇന്ന് അഖില ഭാരതീയ ശിക്ഷാ സംഗമം 2025 സംഘടിപ്പിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി പങ്കെടുക്കും. തമിഴ്നാട്ടിലെ വ്യാവസായിക ഇടനാഴിയിൽ പുതിയ പരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ഇത് സംബന്ധിച്ച് തമിഴ്നാട് വ്യാവസായിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡുമായി കേന്ദ്ര സർക്കാർ ധാരണാപത്രം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഡിഫൻസ് പ്രൊഡക്ഷൻ സെക്രട്ടറി സഞ്ജീവ് കുമാർ സന്നിഹിതനായിരുന്നു. സർക്കാർ സ്വകാര്യ മേഖലകൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്ന തരത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് പുതിയ സംവിധാനം നിലവിൽ വരുന്നത് ശക്തി പകരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ബീഹാറിലെ കരട് വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്ക് ശേഷം ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിക്കരുതെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പട്ടിക ഒരു കരട് മാത്രമാണെന്നും നിയമവിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ പിന്നീട് പരിശോധിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ആധാർ, ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡുകൾ, റേഷൻ കാർഡുകൾ എന്നിവ പരിശോധനയ്ക്ക് പരിഗണിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലിക്കുന്നില്ലെന്ന് ഹർജിക്കാർ ആരോപിച്ചു.
ജമ്മു കശ്മീരിൽ ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി 3 തീവ്രവാദികളെ വധിച്ചതായി സൈന്യം അറിയിച്ചു. ശ്രീനഗറിലെ ഹർവാനിൽ ലിഡ്വാസ് പ്രദേശത്തുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇവരെ വധിച്ചത്. മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. മരിച്ച ഭീകരർക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ളതായാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. കടുവകൾ ഉൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗ്ഗങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ദിനാചരണം ഓർമ്മപ്പെടുത്തുന്നു. 2010 റഷ്യയിൽ നടന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് കടുവ ഉച്ചകോടിയിലാണ് ആദ്യ അന്താരാഷ്ട്ര കടുവ ദിനാചരണം ആരംഭിച്ചത്. ലോകമെമ്പാടും ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടക്കും. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ന്യൂയോർക്കിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നത്തിന്റെ സമാധാനപരമായ ഒത്തുതീർപ്പിനായി ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചതിന് ഫ്രാൻസിനെയും സൌദി അറേബ്യയെയും UN സെക്രട്ടറി ജനറൽ അഭിനന്ദിച്ചു. യുക്രൈനുമായുള്ള വെടിനിർത്തലിന് റഷ്യയ്ക്ക് പുതിയ സമയപരിധി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 12 ദിവസത്തിനകം വെടിനിർത്തൽ ധാരണയിൽ എത്തണമെന്നാണ് നിർദ്ദേശം. സമാധാനത്തിലേക്കുള്ള പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഇനി കൂടുതൽ കാത്തിരിക്കേണ്ടതില്ലെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം 50 ദിവസത്തിനകം അവസാനിപ്പിക്കണമെന്ന് 2 ആഴ്ച മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നിർദ്ദേശം നൽകിയ ട്രംപ് വെടിനിർത്തൽ നിലവിൽ വന്നില്ലെങ്കിൽ റഷ്യ കടുത്ത തീരുവകൾ നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിരുന്നു. ചെസ് വനിതാ ലോകകപ്പ് കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ. ജോർജിയയിലെ ബെറ്റുമിയിൽ നടന്ന ഫിഡെ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെയാണ് ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ സ്ഥാനം നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതയായി 19-കാരിയായ ദിവ്യ ദേശ്മുഖ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ദിവ്യ ദേശ്മുഖിനെയും റണ്ണറപ്പായ കൊനേരു ഹംപിയെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ സമ്പൂർണ്ണ മത്സരക്രമം പ്രഖ്യാപിച്ചു. ദിവസവും 2 മത്സരങ്ങൾ വീതമാണ് നടക്കുക. ഓഗസ്റ്റ് 21-ന് ആരംഭിക്കുന്ന ടൂർണമെന്റിലെ ആദ്യ പോരാട്ടം ഏരീസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തമ്മിലാണ്. ലീഗ് ഘട്ടത്തിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ 4 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടും. സെപ്റ്റംബർ 5-നാണ് സെമിഫൈനൽ. KCL ഫൈനൽ സെപ്റ്റംബർ 6-ന് നടക്കും. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കുള്ള ബിസിനസ് അംഗീകാര മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുന്നതിനായി പുതിയ കരട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2025-ലെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് കുറഞ്ഞത് 50 കോടി ആസ്തിയുള്ളതും യോഗ്യതാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതുമായ ടയർ 3, ടയർ 4 UCBകൾക്ക് റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുമതിക്ക് വിധേയമായി സ്വന്തം സംസ്ഥാനത്തിന് പുറത്തേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ കഴിയും. കരടിനെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം ഓഗസ്റ്റ് 25 വരെ നൽകാവുന്നതാണെന്ന് RBI അറിയിച്ചു. ശാസ്ത്രവും നൂതനാശയങ്ങളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ 19ാമത് സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വെല്ലുവിളികൾ അതിജീവിക്കാൻ ഇന്ത്യയെ സജ്ജമാക്കുന്നതിന്റെയും ശാസ്ത്രീയമായി രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി മന്ത്രാലയം വികസിപ്പിച്ച പുതിയ ശാസ്ത്രീയ ഉപകരണങ്ങളും ഡിജിറ്റൽ സേവനങ്ങളും കേന്ദ്രമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വർഷം തികയും. പുനരധിവാസത്തിന്റെ ഭാഗമായി 410 വീടുകളിലായി 1662-ലധികം ആളുകൾക്ക് താമസിക്കാൻ കഴിയും വിധം ടൌൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 2024 ജൂലൈ 29-ന് രാത്രി 11:45-ഓടെയാണ് പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യ മണ്ണിടിച്ചിലുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്ന് ലോക്സഭയിൽ പുനരാരംഭിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിൽ പുതിയ ഘട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. അഖില ഭാരതീയ ശിക്ഷാ സംഗമം ഇന്ന് ന്യൂഡൽഹിയിൽ. കടുവകളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ അടിയന്തര നടപടി അനിവാര്യമെന്ന് UN. യുക്രൈൻ വെടിനിർത്തലിന് റഷ്യയ്ക്ക് പുതിയ സമയപരിധി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ്. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.